അത്ഭുതങ്ങൾ സംഭവിക്കും. സൗഖ്യങ്ങള്, വിടുതലുകള്, സാത്താന്റെ മേലുള്ള അധികാരങ്ങള്, ശാപത്തിന്റെ വിടുതലുകള് എല്ലാം സംഭവിക്കും. എന്ത്? വിശുദ്ധ കുർബാനയിൽ. കാരണം അവൾ ഈ 10-13 സ്റ്റെപ്പുകൾ ഇങ്ങനെ പാമ്പഴയുന്നത് പോലെ എഴഞ്ഞ് അപ്പുറത്തേക്ക് മാറിയുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിലേക്ക് അവൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങിയിട്ട് അവൾ മുട്ടുകുത്തി കൈ പിടിച്ചിട്ട് അവൾ ഇങ്ങനെ നടന്ന് ആ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ സക്രാരിക്ക് മുമ്പിൽ നിന്നും മുട്ടുകുത്തി അലറാൻ തുടങ്ങി. മാനുഷികമായ കഴിവോ മാനുഷികമായ ശക്തിക്കോ അപ്പുറമായി ദൈവത്തിന്റെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, കർത്താവിന്റെ ജീവനുള്ള ശരീരവും രക്തവും തരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, ഒരു അഭിഷേകമുണ്ടല്ലോ, അത് ലോകത്തിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ 50 വർഷത്തിൽ വ്യാഴാഴ്ച രാത്രിയുള്ള ഉപവാസം, ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഇരുന്ന് ആരംഭിച്ച ഉപവാസം മുടങ്ങിയത് ഒറ്റ ദിവസം. ഇന്ന് കോർപ്പസ് ക്രിസ്തി തിരുനാളാണ്. യഥാർത്ഥത്തിൽ ശരിക്കും തൃത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് കോർപ്പസ് ക്രിസ്തി. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന തിരുനാൾ സഭയിൽ ആചരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ലത്തീൻ റീത്തിലൊക്കെ നമ്മൾ ആഘോഷങ്ങളെല്ലാം, തിരുനാളുകളെല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ് അത് ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഞാൻ ഓർക്കുകയാണ് 2017 ഈ കോർപ്പസ് ക്രിസ്തി തിരുനാളിൻ്റെ അന്ന് പോളണ്ടിൽ ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ്റെ കൂടെ ഈ ദിവസം ചെലവഴിച്ചതും ഇന്ന് വൈകിട്ട് ഒരു ധ്യാനം പോളണ്ടിൽ ആരംഭിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവിടെയൊക്കെ വലിയ ആഘോഷമാണ്. പോളണ്ടിലൊക്കെ വലിയ ആഘോഷമാണ്. അതായത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ഇതിൽ ഇങ്ങനെ ഓരോരോ സ്ഥലം നമ്മൾ ഈ കുരിശിൻ്റെ വഴി ചൊല്ലുന്ന പോലെ ഓരോരോ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ 10 മിനിറ്റോ 15 മിനിറ്റോ അച്ഛൻ വചനം പറയും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ദേവാലയത്തിലേക്ക് വന്നിട്ട് അവിടെ അരമണിക്കൂർ വചന ശുശ്രൂഷ, അതേ തുടർന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം. പതിനായിരങ്ങളാണ് തിങ്ങിക്കൂടിയിരുന്നത്. ഞാനും ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. നമ്മൾ ഈ ശുശ്രൂഷയുടെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ മക്കളെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ വിശുദ്ധ കുർബാനകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ വിശുദ്ധ കുർബാനകളുടെ ഭാഗമായി നമ്മുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി അനേകം ജീവിക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എനിക്കുറപ്പാണ് എന്നെ ശ്രവിക്കുന്ന ആയിരങ്ങളുണ്ട്, 10,000-ങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നലകളിൽ വിശുദ്ധ കുർബാന അനുഭവമായി തീർന്ന എത്രയോ ജീവിതത്തിൻ്റെ വേളകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാറ്റി നിർത്തി സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പലരും പറയാം, അച്ഛാ ഞങ്ങൾക്ക് പറയാനുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്, വിശുദ്ധ കുർബാനയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞ എത്രയോ ജീവിതങ്ങളെ അച്ഛൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ചെറിയൊരു വചനഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യുന്ന 3 വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിച്ച മക്കളെ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കാരണം വിശുദ്ധ കുർബാന അത്ഭുതമാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതം നയിക്കുന്നവര് അത്ഭുതങ്ങൾ കാണും. ഉറപ്പാണ്. വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത്. ഈശോ തൻ്റെ കരങ്ങളിൽ ബലിവേദിയിൽ വൈദികനല്ല, ഈശോ തന്നെയാണ് പുരോഹിതൻ. യേശു ബലിയർപ്പിക്കുന്നത് അവൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ബലിയിൽ ബലിയർപ്പകനും ബലിവസ്തുവും യേശു തന്നെയാണ്. ഈശോ കരങ്ങളിൽ തൻ്റെ ശരീരം എടുത്തിട്ട് അപ്പമെടുത്തിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് യേശു പറയുമ്പോൾ ആ വചനം അവിടെ അത്ഭുതം സംഭവിക്കുക. യേശു പറഞ്ഞാൽ സംഭവിക്കും. ഇത് വിശ്വസിക്കണം. തമ്പുരാൻ ഒരിക്കലും നുണ പറയില്ലല്ലോ. ദൈവത്തിന്റെ വചനം സത്യമാണെന്നല്ലേ വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ സാരാംശം സത്യമാണെന്നല്ലേ സങ്കീർത്തകൻ പറയുന്നത്. ദൈവത്തിന് നുണ പറയാൻ പറ്റില്ല. നമുക്കറിയാം ശത്രുവാണ് നുണയനും നുണയുടെ പിതാവും. ഈശോ ലോകത്തിലേക്ക് വന്നത് ജീവൻ തരാനാണ്, സമൃദ്ധമായി ഉണ്ടാകാനാണ്. ഈശോ യോഹന്നാൻ 14:6 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. സത്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സത്യമായിരിക്കുന്ന ഈശോ ഒരിക്കലും നുണ പറയില്ല. നുണ പറയാൻ ദൈവത്തിന് പറ്റില്ല. കാരണം അത് ദൈവത്തിന്റെ സ്വഭാവമല്ല. അങ്ങനെയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ മുതൽ അവസാനം വരെയുള്ള ഈശോ പറഞ്ഞിട്ടുള്ള മുഴുവനും നമ്മൾ വിശ്വസിക്കണം. അതും സത്യമാണ്. യേശു പറഞ്ഞിട്ടുള്ള വാക്കുകൾ സത്യം മാത്രമല്ല, അത് നിത്യസത്യങ്ങളാണ്. അത് എക്കാലവും സത്യമാണ്.
കാരണം യേശു ദൈവമായതുകൊണ്ട്, യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏക പുത്രനായതുകൊണ്ട്, യേശുവിൻ്റെ അധരങ്ങളിൽ നിന്നും ഒഴിയുന്ന വാക്കുകൾ സത്യം മാത്രമല്ല, അത് നിത്യസത്യങ്ങൾ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ എക്കാലവും അത് സത്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എക്കാലവും സത്യമാണ്. അത് ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, അത് മാറുന്നതല്ല, അതെക്കാലവും. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ തുടരാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അവൻ്റെ ശരീരം, അവൻ്റെ രക്തം വാങ്ങി ഭക്ഷിക്ക്, വാങ്ങി കുടിക്ക്, അങ്ങനെ ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പ്രാരംഭത്തിൽ തന്നെ ഒരു വചനഭാഗം എടുത്ത് ആ വചനഭാഗത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഏറ്റെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48 മുതലുള്ള തിരുവചനങ്ങൾ. അച്ഛൻ പെട്ടെന്ന് ആ വചനഭാഗങ്ങൾ വായിച്ചു വിടും. ഒരു 56 വരെയുള്ള വചനഭാഗങ്ങൾ അച്ഛൻ വായിക്കും. അതേ തുടർന്ന് അതിൽ നമുക്കായി സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ എടുക്കും. വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് ഓഫ് ഗോഡ്. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന അത്ഭുതമായിരിക്കുന്നത് പോലെ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ നിരന്തരം അത്ഭുതങ്ങൾ കാണും. കാരണം വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ഒരുവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാതിരിക്കില്ല. അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ മക്കളെ നമുക്ക് കാണാൻ ഒരൊറ്റ കാര്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മതി: പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, ആ സാന്നിധ്യത്തിൽ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം, ആ സാന്നിധ്യത്തോട് ജീവിതത്തെ ചേർത്ത് വെക്കാനുള്ള ഒരു അഭിനിവേശം നമ്മൾ ആർജിച്ചെടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള വചനങ്ങൾ ഈശോ പറയുന്ന വാക്കുകളാണ്. ഈശോ പറയുന്ന വാക്കുകളാണ്. ഈ വചനങ്ങൾ നിത്യസത്യങ്ങളാണ്. ചങ്കിലേക്ക് എടുത്തോളുക. ഈശോ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ, ശ്രദ്ധിച്ചു കേട്ടോ, 55-ാമത്തെ വചനം, എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ദിവസങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ വായിക്കണം. ആദ്യ അത്ഭുതമാണ് അപ്പം ആയിരങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന അത്ഭുതം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നതാണ്, അതും അത്ഭുതമാണ്. അത് കഴിഞ്ഞാണ് ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു, പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എനിക്കൊന്ന് ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം ഈശോ ആദ്യം 5 അപ്പം 5000 പേർക്ക്, അത് വലിയൊരു അത്ഭുതമായിട്ട് അവർക്ക് തോന്നി. അത് ഈശോ വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നു. ഇത് രണ്ടും പ്രകൃതി വിരുദ്ധമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റില്ലല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അങ്ങനെ മാനുഷികമായിട്ട് ചിന്തിച്ച. അപ്പോൾ മാനുഷികമായി ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈശോ ആദ്യം കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി ഈശോ ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവൻ.
അത് കുറേ പേർക്ക് മനസ്സിലായില്ല. കുറേ പേർ പറഞ്ഞു ഇവനെങ്ങനെ ഇവൻ്റെ ശരീരം ഭക്ഷിക്കാൻ തരാൻ പറ്റും, ഇവനെങ്ങനെ ഇവൻ്റെ രക്തം കുടിക്കാൻ തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കുറച്ച് പേര് ഇടറി. ചിലർ എന്നേക്കുമായി അവനെ വിട്ടുപോയി എന്ന് വചനം പറയുന്നുണ്ട്. അതിന്നും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ കർത്താവിൻ്റെ വചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, അവൻ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവന് ജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. അവന് നിത്യജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. ഇത് വാഗ്ദാനമാണ്, ഇത് പ്രോമിസാ. ഈശോ പറഞ്ഞതാ. ഈശോ പറഞ്ഞതാണെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോളാം. നമുക്ക് അതിനകത്ത് വേറെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വേറെ ആലോചനയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറഞ്ഞു എന്താ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിക്കുകയില്ല, അവന് നിത്യജീവനുണ്ട്. അതുകൊണ്ടായിരിക്കാം പൗലോസ് 1 കൊരിന്ത്യർ 11:27 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അയോഗ്യതയോടെ ഈ ശരീരം ഭക്ഷിച്ചാൽ, ഈ രക്തം പാനം ചെയ്താൽ അവൻ അവൻ്റെ മരണത്തെ വിളിച്ചു വരുത്തുന്നു, അവൻ്റെ ശരീരവും മനസ്സൊക്കെ ദുർബലമാകുന്നു, അവൻ രോഗിയായി തീരാനും സാധ്യതയുണ്ട് എന്നാ പൗലോസ് പറയുന്നത്. അപ്പോൾ അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ ശരീരത്തിൽ രോഗം, മനസ്സിന് ബലക്കുറവ്, ആത്മാവിന് മരണം സംഭവിക്കുമെങ്കിൽ വിശ്വാസത്തോടെ യോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും മക്കളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തമ്പുരാൻ വാഗ്ദാനം ചെയ്ത ജീവൻ നമ്മളിലേക്ക് ഒഴുകും. ജീവൻ നമ്മളിലേക്ക് ഒഴുകും. ജീവൻ, കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ജീവൻ വരും എന്ന് പറഞ്ഞാൽ എന്ത് ജീവനാണ് ഉണ്ടാകുന്നത്? ദൈവീക ജീവനാണ് നമ്മളിലേക്ക് രൂപാന്തരപ്പെടുന്നത്, നമ്മളിൽ നിറയുന്നത്. നമ്മൾ പറയാം, അതൊക്കെയാണ് ഈ വചനം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മാനുഷികമായിട്ടുള്ള തളർച്ചയെ കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും വിശുദ്ധ കുർബാന സ്വീകരണവും ആത്മാവിലുള്ള ജ്വലനവും നമുക്ക് ബലം തരും. അപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് ഭയങ്കരമായിട്ട് വീക്കായിരിക്കും, മാനുഷികമായിട്ട് ശരീരം തളർന്നിരിക്കുന്ന സമയത്തും ചിലപ്പോൾ കർത്താവിൻ്റെ ആ ജീവനുണ്ടല്ലോ, വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ജീവൻ, ദൈവസ്നേഹത്തിലൂടെ, വചനം ആത്മാവും ജീവനുമായ വചനത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന ജീവനുണ്ടല്ലോ, നമ്മൾ അറിയാതെ നമുക്കൊരു അഭിഷേകമായിട്ട് കരുത്തായിട്ട് മാറും. എൻ്റെ തന്നെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ചില അത്ഭുതങ്ങളുണ്ട്. നമ്മൾ പറയാതിരിക്കല്ലേ, നമുക്ക് വിശുദ്ധ കുർബാന ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ കാണുമ്പോഴല്ലേ. നമ്മൾ പലതും അല്ലെ, ലാഞ്ചിയാനോയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, മറ്റു പലയിടങ്ങളിൽ സംഭവിച്ച വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെയൊക്കെ പോയിട്ടുമുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമാകുന്നത് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുമ്പോഴല്ലേ. എന്നോർക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞാക്കലച്ചൻ്റെ കൂടെ 2017 യൂറോപ്പിൽ പലയിടങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റി. 13 രാജ്യങ്ങളിലധികം അച്ഛൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെല്ലും തന്നെ ഈ പോളണ്ടിലെ ധ്യാനത്തിനാണ്. ആ കോർപ്പസ് ക്രിസ്തിയുടെ അന്നത്തെ വലിയ പ്രഭാഷണം കഴിഞ്ഞു 10,000 അത് കഴിഞ്ഞാൽ പലരും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് വൈകിട്ട് ധ്യാനം തുടങ്ങും. ധ്യാനം തുടങ്ങാൻ നോക്കിയപ്പോൾ അതിൽ 5,000 മുതൽ 6,000 വരെയുള്ള ആൾക്കാർ ഈ ധ്യാനത്തിനുണ്ട്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം വരുന്ന ധ്യാനമാണ്. ഈ ധ്യാനത്തിന് അവിടെയുള്ള ഹോട്ടൽ മുറികളെല്ലാം ഫുള്ളാണ്. അവിടെ ഈ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 5,000-ലധികം വരുന്ന ജനമുണ്ട്. 4 ദിവസം മഞ്ഞാക്കലച്ഛനാണ് ധ്യാനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് അച്ഛനെ എനിക്കും 1-2 ടോക്കുകളൊക്കെ തന്നു. ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പോളിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വചനം പറഞ്ഞാൽ മതി, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തോളും. എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം, മഞ്ഞാക്കലച്ഛൻ ഏത് ദേശത്ത് പോകുന്നോ ആ ദേശത്തെ വിശുദ്ധ കുർബാന അച്ഛൻ ആ ലാംഗ്വേജിൽ അർപ്പിക്കും. അച്ഛൻ ബാക്കി എല്ലായിടത്തും പ്രഭാഷണം മുഴുവൻ ഇംഗ്ലീഷിലാണ്, ഏത് രാജ്യത്ത് പോയാലും ഇംഗ്ലീഷിലാണ്. പക്ഷേ വിശുദ്ധ കുർബാന പോളണ്ടിൽ ചെന്നാൽ പോളിഷിൽ അർപ്പിക്കും, പോർച്ചുഗലിൽ ചെന്നാൽ പോർച്ചുഗീസിൽ അർപ്പിക്കും, ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലാണ്, സ്പെയിനിൽ ചെന്നപ്പോൾ സ്പാനിഷിലാണ്, ഫ്രാൻസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഫ്രഞ്ച്, അങ്ങനെ ഓരോരോ ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തെ വിശുദ്ധ കുർബാന അച്ഛൻ അർപ്പിക്കും. അപ്പോൾ ഒരു ദിവസം ബിഷപ്പിനായിരിക്കും കുർബാന, ബാക്കി എല്ലാ ദിവസത്തെയും കുർബാന മഞ്ഞാക്കലച്ഛൻ തന്നെയാണ് അർപ്പിക്കുന്നത്.
ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ദിവസം ഒരു കൈവപ്പ് പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആരാധന വെച്ചുകൊണ്ട് ഈ പറയുന്ന ജനത്തിന് എല്ലാവർക്കും വേണ്ടി ഒരു കൈവപ്പ് പ്രാർത്ഥനയുണ്ട്, അഭിഷേക പ്രാർത്ഥനയുണ്ട്. മഞ്ഞാങ്കലച്ച് നമുക്കറിയാവുന്നതുപോലെ GBS ഗില്ലൻ ബാരസ് സിൻഡ്രം എന്ന് പറയുന്ന രോഗം വന്ന് ശരീരം മുഴുവൻ തളർന്നു പോയി. വീൽ ചെയറിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. അച്ഛൻ്റെ കൈയൊക്കെ ഇങ്ങനെ ശോഷിച്ചിരിക്കുകയാണ്, ഇത്രയൊക്കെ പൊങ്ങുള്ളൂ, കൈയൊക്കെ അന്ന് അത്രേ പൊങ്ങുള്ളൂ. വീൽ ചെയറിലാണ് ശുശ്രൂഷ. എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം, അച്ഛൻ ഈ അവസാനത്തെ ദിവസം ഈ അഭിഷേക പ്രാർത്ഥനയുണ്ട്. അച്ഛനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അവരിങ്ങനെ വീൽ ചെയറിൽ ഇരുത്തി തള്ളും. നമ്മളെപ്പോലെയല്ലേ, ഇടിയും ബഹളമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ നല്ല അച്ചടക്കമുള്ള നല്ല ചിട്ടയുള്ളവരാണ്. ഈ 5000-ലധികം വരുന്നവർ ഒരു 100, 150, 200 പേര് ഒരു ലൈൻ ആദ്യം നിന്നാൽ ആ ലൈൻ കഴിയുമ്പോഴേ അവരവിടെ നിന്ന് മാറും. അടുത്ത ലൈനിലുള്ളവർ മുമ്പിലേക്ക് കയറി നിൽക്കും. അത് കഴിയുമ്പോൾ അടുത്ത് അവരവരുടെ സീറ്റുകളിൽ പോയിരിക്കും. അങ്ങനെ ഏകദേശം 6-6.5 മണിക്കൂർ എടുത്ത് ഈ പറയുന്ന 5000-ഓളം വരുന്ന ജനത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചത്. അതും ഞങ്ങൾ വേറെ 10, 20, 25, 30 അച്ഛന്മാർ അവിടെ ഉണ്ട്, ആരുമില്ല. അച്ഛൻ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അച്ഛൻ്റെ കൈവ് പ്രാർത്ഥന, അച്ഛൻ്റെ ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ കൈവ് പ്രാർത്ഥന ഇവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ധ്യാനം നയിക്കുന്ന ഒരു ധ്യാന ഗുരുവിൻ്റെ കൈവ് പ്രാർത്ഥന എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ പറയുന്ന എല്ലാവരുടെയും നമുക്ക് കാണാൻ പറ്റും, അച്ഛൻ്റെ ശരീരം മുഴുവൻ വേർത്ത് കുളിച്ച് ഇങ്ങനെ വേർപ്പ് തുള്ളികൾ ലോഹം മുഴുവൻ നനയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിനുള്ളിലിട്ടേക്കൊന്ന് മുഴുവൻ നനഞ്ഞു കുതിർന്ന്, എന്നിട്ട് ലോഹം മുഴുവൻ നനഞ്ഞിട്ട് കുതിർന്നൊഴുകുക. കൈ എന്നിട്ട് അച്ഛന് കൈ പൊക്കത്തില്ല, എന്നാലും അച്ഛൻ ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അച്ഛൻ ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ചാണ് കൈ ഇങ്ങനെ വെച്ച് ഈ പറയുന്ന 5000-ലധികം 6.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്. പോർച്ചുഗലിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ 2500-3000 പേരുള്ള ഒരു ധ്യാനത്തിന് അച്ഛൻ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ അടുത്തും കൈവ് പ്രാർത്ഥനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. കൈവ് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10, 300, 350 പേരുടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയും ശരീരം മുഴുവൻ കുഴയാൻ തുടങ്ങി. കൈ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട്, ഈ ഗില്ലംബാരും അങ്ങനെ ഒരു സിൻഡ്രോം ഇല്ലാഞ്ഞിട്ട് വരെ ശരീരത്തിന് ഇങ്ങനെയൊന്നും ഒരു തളർച്ച ഇല്ലാഞ്ഞിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുന്നു, ഇങ്ങനെയൊക്കെ തൊട്ടൊക്കെ വിടുക. ഞാനിത് കഴിഞ്ഞിട്ട് അച്ഛനടുത്ത് ചോദിച്ചൊരു ചോദ്യം, അച്ഛൻ എങ്ങനെ ഈ 5-6.5 മണിക്കൂർ ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടി, അത് അച്ഛനെ അസുഖം കഴിഞ്ഞ് വന്നുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ 15,000, 20,000 പേരൊക്കെയാണ് ധ്യാനത്തിന്. ഞാൻ ചോദിച്ചു, അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുന്ന ഓരോ ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എനിക്ക് ശക്തി കിട്ടുന്നതെന്ന്. ഇങ്ങനെ നിൽക്കാനുള്ള ശക്തി രാവിലെ നിങ്ങളൊന്ന് ആലോചിക്കണം. രാവിലെ 8 മണിക്ക് അച്ഛൻ സ്റ്റേജിൽ കയറിയാൽ വൈകിട്ട് 8 മണി വരെയാണ് ശുശ്രൂഷ. വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. സ്റ്റേജിൽ കയറിയാൽ അച്ഛൻ അവിടെ ഇരുന്നാൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ 12 മണിക്കൂർ ചിലപ്പോൾ അച്ഛന് കുടിക്കാനായിട്ട് എന്തെങ്കിലും വെള്ളം അവർ കൊണ്ടുവന്ന് കൊടുക്കും. അത് ഒത്തിരി കുടിക്കുകയല്ല, എപ്പോഴും മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ഭക്ഷണങ്ങളൊന്നും അതിനിടയ്ക്ക് അച്ഛൻ കഴിക്കുകയല്ല. എന്തെങ്കിലും ഒരു സ്നാക്സ് പോലെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അത് കഴിക്കും. കാരണം ഇതിനിടയ്ക്ക് ഇറങ്ങിപ്പോകാൻ അച്ഛന് പറ്റില്ല, വീൽ ചെയറിലല്ലേ. 12 മണിക്കൂറിലധികം അച്ഛൻ ആ ശുശ്രൂഷ ആ സ്റ്റേജിൽ ഇരിക്കുക മാത്രമല്ല, അതുകൂടാതെ ഈ പറയുന്ന 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയി അവസാന ദിവസം ഈ കൈവ് പ്രാർത്ഥന നടത്തി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധ കുർബാനയാണ് എനിക്ക് ഈ ശക്തി തരുന്നതെന്ന്. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നടക്കില്ല. 10-70 വയസ്സ്, ഇപ്പം അച്ഛൻ 75 വയസ്സ് ഈ വർഷം പൂർത്തിയാകുക. 10-72 വയസ്സ് പ്രായമുള്ള, അത്രയും പ്രായമുണ്ടായിട്ടും ഗില്ലൻ ബാരസ് സിൻഡ്രം വന്ന് തളർന്ന് ശരീരം മുഴുവൻ തളർന്നു പോയിട്ട് അച്ഛനൊന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ വീൽ ചെയറിൽ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇപ്പം മാനുഷികമായ കഴിവോ മാനുഷികമായ ശക്തിക്കോ അപ്പുറമായി ദൈവത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, കർത്താവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവും തരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, ഒരു അഭിഷേകമുണ്ടല്ലോ, അത് ലോകത്തിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. 5 അപ്പം എങ്ങനെ 5000 പേർക്ക് ഭക്ഷണമായിട്ട് നൽകാൻ പറ്റും? നമുക്കെങ്ങനെ വെള്ളത്തിന്റെ മീതെ നടക്കാൻ പറ്റും? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കാത്ത കാര്യമല്ലേ. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ അത്ഭുതത്തിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യ്, നിങ്ങൾക്ക് ജീവനുണ്ട്. ജീവൻ മാത്രമല്ല, നിത്യജീവനുണ്ടെന്നാ പറഞ്ഞത്. ശരീരത്തിന്റെ ബലം മാത്രമല്ലെന്നേ, മനസ്സിന്റെ കരുത്ത് മാത്രമല്ലെന്നേ, ആത്മാവിന്റെ അഭിഷേകം മാത്രമല്ലെന്നേ, നിത്യജീവൻ, നിന്റെ ആത്മാവിന് വേണ്ട നിത്യജീവനും പരിശുദ്ധ കുർബാനയിലാണ് ദൈവം നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്രമാത്രം ദാഹത്തോടെ, എത്രമാത്രം ആഗ്രഹത്തോടെ, എത്രമാത്രം തീഷ്ണതയോടുകൂടിയായിരിക്കണം മക്കളെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. ഓരോ അൾത്താരകളിലും അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയുടെയും ശക്തി അത്
നിത്യമാണെന്നറിയണം. അത് കാലത്തിനും സമയത്തിനും അതീതമാണ്. അത് ലോകം മുഴുവനും വേണ്ടി യേശു കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി യേശു അൾത്താരയിൽ അവൻ തന്റെ ശരീരവും രക്തവും മുറിച്ചു തരുമ്പോ അത് യേശു തന്നെയാണ് ഇപ്പോഴും മുറിച്ചു തരുന്നതെന്ന് വിശ്വസിക്കുന്നിടത്ത് മക്കളെ, നിങ്ങൾക്ക് ആത്മാവിൽ ജീവൻ ഉണ്ടാകും, നിത്യജീവന്റെ അനുഭവം ഉണ്ടാകും, ശരീരത്തിന് ജീവൻ ഉണ്ടാകും, മനസ്സിന് ബലം ഉണ്ടാകും, ആത്മാവിൽ ഒരു പുതുജീവൻ വെളിപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, ഞങ്ങളുടെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു വൈദികന്റെ ജീവിതത്തിന്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധമാണ്. MSFS വൈദികരാണ് ഞങ്ങൾ. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ സഭാ സമൂഹത്തിലെ വൈദികരാണ് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിലാണ് ഒരു പൗരോഹിത്യം അടങ്ങിയിരിക്കുന്നത്. ഒരു പൗരോഹിത്യത്തിന്റെ, ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും ജീവിതത്തിന്റെ കരുത്തും പൂർണ്ണമായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയിലാണ്. ബാക്കി എന്താ ഞങ്ങൾക്ക് ജീവൻ തരാനുള്ളത്? പറ. എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ബന്ധങ്ങള്, സുഹൃത്ത് ബന്ധങ്ങള്, കൂട്ടുകെട്ടുകള്, കുടുംബാംഗങ്ങളെ അങ്ങനെ ലോകം സമ്മാനിക്കുന്ന പലതിനോടും വിട പറഞ്ഞിട്ടല്ലേ ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ ഈ പൗരോഹിത്യത്തിൽ ഞങ്ങൾക്ക് ആത്മാവിലും മനസ്സിനും ശരീരത്തിനും ജീവൻ നൽകുന്ന ജീവന്റെ ഭോജനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാനകളുള്ള ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉറപ്പാ. ദൈവമേ, ഞാൻ എപ്പോഴും നന്ദി പറയാനുള്ള ഒരു കാര്യമാണ്. ഇന്നും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോ, ഇന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോ ഞാൻ നന്ദി പറഞ്ഞൊരു കാര്യം, ദൈവമേ, കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് ഈ ബലഹീന കരങ്ങളിലേക്ക് നീ വന്നിട്ട് ഈ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റാൻ തക്ക വിധത്തിൽ നീ എന്നെ യോഗ്യനാക്കിയല്ലോ, നീ എന്നോട് കരുണ കാണിച്ചല്ലോ, നീ എന്നോട് ഔദാര്യം ചെയ്തല്ലോ. ഇത് ദൈവത്തിന്റെ ഔദാര്യമല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ? എന്ത് യോഗ്യതയുണ്ട് ഒരു പുരോഹിതന്? പറ. ഒരു പുരോഹിതത്തിന്റെ, ഒരു പൗരോഹിത്യത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയല്ലേ? ഒരു പുരോഹിതന്റെ, ഒരു പൗരോഹിത്യത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയല്ലേ? അതെ. ഈ കരങ്ങളിലൂടെ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നതല്ലേ ഒരു പൗരോഹിത്യത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ കരുണ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കളിച്ച് പറഞ്ഞ, അച്ഛാ, വിശുദ്ധ കുർബാനയാണ് എനിക്ക് കരുത്ത് തരുന്നതെന്ന്. വിശുദ്ധ കുർബാനയാണ് എനിക്ക് കരുത്ത് തരുന്നതെന്ന്. തുറന്നങ്ങോട്ട് വായിക്കുമ്പോൾ ഈ വചനഭാഗങ്ങളിൽ നമുക്ക് തരുന്ന വലിയൊരു പ്രോമിസ് ഉണ്ട്, വലിയൊരു വാഗ്ദാനം ഉണ്ട്. എന്നാന്നറിയാവോ? ഉത്ഥാനം, റെസറക്ഷൻ, ഉത്ഥാനം. കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാവോ? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അല്ലേ? നമ്മള് ഈ പരിശുദ്ധ അമ്മയോട്, അമ്മയുടെ ഉദരത്തിൽ ഈശോ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കും, 3 ദിവസം കൊണ്ട് ഞാൻ എന്നെ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞു. ജെറുസലേം ദേവാലയം പണിയാൻ വർഷങ്ങളെടുത്ത് 10,000ങ്ങളുടെ പരിശ്രമവും വർഷങ്ങളോടുള്ള പരിശ്രമം കൊണ്ടാണ് ജെറുസലേം ദേവാലയം കെട്ടിപ്പൊക്കിയത്, നമുക്കറിയാം. ഈശോ പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കും, 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. ഈശോ പറഞ്ഞെന്നറിയാവോ? എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കും. ഉത്ഥാനം കർത്താവ്, ഉയർപ്പ് കർത്താവ് നമുക്ക് അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഉയർപ്പ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മക്കളെ ചോദിക്കേണ്ട കാര്യമില്ല. ഇത് സംഭവിക്കാൻ, ഇത് അനുവദിക്കാൻ ദൈവത്തിന് പറ്റും. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറുമെങ്കിൽ മക്കളെ, അത് സ്വീകരിക്കുന്ന നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഉത്ഥാനം സംഭവിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അല്ലേ, കരിസ്മനിൽ ഒരു വൈദികനുണ്ട്, നിങ്ങൾക്കറിയാം, ജോസ് TC. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ചേട്ടായച്ചാന്ന് വിളിക്കും. കാരണം അച്ഛന് പൗരോഹിത്യം സ്വീകരിച്ച് 71ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രായമായിട്ട് ചേർന്നതായിരിക്കാം. ശരിയാണ്, പ്രായമായിട്ട് തന്നെയാണ് അച്ഛനാകാൻ ചേർന്നത്. 63-64 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വൈദികനാകാനായിട്ട് ചേരുന്നത്. അപ്പം അതുവരെ എന്തായിരുന്നായിരിക്കും ചിന്ത. അച്ഛനറിയാവുന്നവർക്കറിയാം, അച്ഛനതിനു മുമ്പ് വിവാഹം കഴിച്ച് ഭാര്യ ഉണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. ഭാര്യ മരിച്ചു. അതിനുശേഷം മക്കളുടെ വിവാഹം
ജീവിതത്തിലേക്കൊക്കെ അവർ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വൈദികനാകാനായിട്ട് പോരുന്നത്. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായെങ്കിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നടന്നില്ല. വിദേശ രാജ്യത്ത് വിശുദ്ധ കുർബാനയോ ബൈബിളോ പോലും ഇന്നും അനുവദനീയമല്ലാത്ത രാജ്യത്ത് അച്ഛൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകും രാജ്യങ്ങൾ ഏതാന്ന്. ഇന്നും വിശുദ്ധ കുർബാനയെ, ഇന്നും വിശുദ്ധ കുരിശിനെ, ഇന്നും ബൈബിളിനെ ഭയപ്പെടുന്ന, വിശുദ്ധ ഗ്രന്ഥത്തെ ഭയപ്പെടുന്ന ഒരു ദേശത്ത് വർഷങ്ങളോളം അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ട് അച്ഛൻ താമസിച്ചിരുന്നിടങ്ങളിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ഇരിക്കും രാത്രിയുടെ യാമങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ കൂടെ. കഴിഞ്ഞ 1970-കളിൽ അച്ഛൻ ആരംഭിച്ചതാണ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രികാലം ദൈവത്തോടൊപ്പം വെള്ളിയാഴ്ച ഉപവാസ ദിവസം. കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് ദൈവം നടത്തുന്നുണ്ട്. നൈജീരിയയിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എപ്പോഴായിരുന്നപ്പോ ഒരു ദിവസം മലേറിയ വന്ന് 2 ആഴ്ചയിലത്തെ മലേറിയ അടിച്ചപ്പോ, അതിനു മുമ്പ് മലേറിയകൾ വന്നപ്പോഴും സാധാരണ ബുധനാഴ്ചകളിൽ അച്ഛൻ സൗഖ്യം പ്രാപിക്കും, വ്യാഴാഴ്ച ഭക്ഷണം കഴിക്കും, വ്യാഴാഴ്ച രാത്രി ഉപവാസം. അച്ഛൻ പറഞ്ഞു ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല, ആകെ മുടങ്ങിയത് ഒരു ദിവസമാണ്. ഒരു ദിവസം കഴിഞ്ഞ 50 വർഷത്തിൽ വ്യാഴാഴ്ച രാത്രിയുള്ള ഉപവാസം, ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഇരുന്ന് ആരംഭിച്ച ഉപവാസം മുടങ്ങിയത് ഒരൊറ്റ ദിവസം. അപ്പൊ ദിവ്യകാരുണ്യ കൂടെ ഇരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ഈശോയെ നിന്നെ എൻ്റെ കരങ്ങളിൽ എടുക്കാനുള്ള ഒരു യോഗ്യത എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അച്ഛനായിട്ടില്ല, അപ്പോ സാറായിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറായിരുന്നു. അങ്ങനെ ഈ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചിട്ട് ബാക്കി അച്ഛൻ്റെ വീട്ടിലാ, ജോസേട്ടൻ്റെ വീട്ടിൽ, അങ്ങനെ വേണം പറയാൻ, ജോസേട്ടൻ്റെ വീട്ടിലാണ് ദിവ്യകാരുണ്യം വെച്ചിരുന്നത്. രാത്രികാലം ദിവ്യകാരുണ്യത്തിൻ്റെ കൂടെ ഇരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യത്തോട് തോന്നിയ അമിതമായ ഒരു ദാഹമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, കാരിച്ചൻ പറഞ്ഞതുപോലെ ഒരു പ്രണയമുണ്ടല്ലോ. ആ പ്രണയം എവിടെ എത്തിച്ചെന്നറിയാവോ? അച്ഛൻ്റെ ബലഹീനമായ കരങ്ങളെ 7 കൂദാശകളും അച്ഛന് നൽകി. ഈ ലോകത്ത് ആരാ ഉള്ളേ? 7 കൂദാശകൾ സ്വീകരിക്കാൻ പറ്റിയവര് 7 കൂദാശകൾ അച്ഛൻ സ്വീകരിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ കരങ്ങളിൽ കർത്താവ് അവൻ്റെ ശരീരവും രക്തവും എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പറ ഇതെൻ്റെ ശരീരമാണെന്ന്, പറ ഇതെൻ്റെ രക്തമാണെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, കാരിസ്മനിൽ നിന്ന് ഇറക്കിയത്. അച്ഛൻ്റെ ജീവചരിത്രം, എൻ്റെ തലക്കെട്ടന് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. അത് സംഭവിക്കാൻ കാരണം ദിവ്യകാരുണ്യത്തോട്, ഈശോയോടുണ്ടായിരുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ഉള്ളിൽ നിറഞ്ഞപ്പോ ദിവ്യകാരുണ്യ ഈശോ ആ സ്നേഹത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈശോ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ അച്ഛൻ ജീവിക്കാൻ തുടങ്ങിയപ്പോ ആ സ്നേഹത്തിൽ തൻ്റെ ജീവിതത്തെ വെച്ചു കൊടുത്തിട്ട് തൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടും നാളുകൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ആ ദിവ്യകാരുണ്യത്തോട് തോന്നിയ ഒരു പ്രണയം ഉണ്ടല്ലോ, അച്ഛൻ എവിടെ എത്തിച്ചെന്നറിയാവോ? അച്ഛൻ്റെ കരങ്ങളിൽ ഈ അപ്പവും വീഞ്ഞും അവൻ്റെ ശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്ന ഒരു ജീവിതത്തിൽ എത്തിച്ചു. ഈ ഒരു അത്ഭവം നടന്നത്, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങൾ ഈ പുസ്തകം തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പുസ്തകം എടുക്കുക, എന്നിട്ട് ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു? അപ്പം അച്ഛൻ പറയും, ഇത് സംഭവിച്ചത് ദിവ്യകാരുണ്യ ഈശോയോട് അങ്ങനെ ഒരു സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടാകും. ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന ആ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛോ അന്ന് അച്ഛനല്ല, അപ്പോഴേ ദിവ്യകാരുണ്യത്തോട് ഇത്രയും സ്നേഹം. ഞങ്ങൾക്ക് വൈദികർ സന്യസ്തരായിട്ട് ദിവ്യകാരുണ്യത്തെ പ്രണയിക്കേണ്ട ഞങ്ങൾക്ക് ആ ഒരു പ്രണയം ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ അതുപോലെ കിട്ടിയിട്ടില്ല. അച്ഛൻ അതുപോലെ ഒരു പ്രണയം കിട്ടിയിട്ട് ആ പ്രണയത്തിൽ നിന്നുകൊണ്ട് പ്രണയിക്കുന്നവരോട് നമ്മൾ ചോദിക്കുകയല്ലേ, നമ്മൾ അല്ലെ, പ്രണയിക്കുന്നവർ തമ്മിലുള്ള സംഭാഷണം ഒന്ന് മാറി നിന്നൊന്ന് നോക്കിക്കേ അല്ലേ. ഇല്ല, ചിലരൊക്കെ പറയാറില്ലേ, എൻ്റെ കരളായിട്ടാണോ പറയുന്നത്, എൻ്റെ ചങ്കു പറിച്ച് ഞാൻ നിനക്ക് തരും, പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ല. പക്ഷെ അങ്ങനെ ആ പ്രണയിക്കുന്നവരോടുള്ള ഒരു സംഭാഷണത്തിന്റെ ശൈലിക്ക് തന്നെ ഒരു മാറ്റമില്ലേ. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള പ്രണയത്തിൽ നിന്നുകൊണ്ട് ആ പ്രണയത്തിന്റെ ആ മൂർദ്ധക്യത്തിൽ നിന്നപ്പോ ഈ ജോസേട്ടൻ പറഞ്ഞു, ഈശോയെ എൻ്റെ കരങ്ങളിലും നീ വരോ, എൻ്റെ കരങ്ങളിലും നീ വരോ, എനിക്കും ഒരു വൈദികനായി നിന്റെ ശരീരവും രക്തവും എടുത്തുയർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചെറിയൊരാഗ്രഹം തൻ്റെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതലേ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ആഗ്രഹം, ഇടക്കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാഗ്രഹം ചുമ്മാ ആ പ്രണയത്തിന്റെ നിമിഷങ്ങളിൽ ദൈവത്തോട് പങ്കുവെച്ചപ്പോ ആ പങ്കുവെച്ച ആ മനസ്സിന്റെ ചെറിയ കാര്യം പോലും ദൈവച്ചന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തില്ലേ. മക്കളെ, ദിവ്യകാരുണ്യത്തെ പ്രണയിച്ചിട്ട് ആ ഈശോയോട് നീ ഹൃദയം തൊട്ട് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നീ ചോദിക്കുന്നതെന്തും നിന്റെ ദൈവം നിനക്ക് സാധിച്ചു തരും. വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്ക്. തമ്പുരാൻ സാധിച്ചു തരും. ദൈവം സാധിച്ചു തരും എന്ന് പറഞ്ഞാൽ
ദൈവം സാധിച്ചു തരും. അവസാനത്തെ ഈശോയുടെ വാഗ്ദാനം എന്താണെന്ന് അറിയാവോ? ഇതെന്റെ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരം. ഇങ്ങനെ ഈശോ പറഞ്ഞത് നിങ്ങൾ നോക്കി, ഈശോ പറഞ്ഞതാണ് 55-ാമത്തെ വചനം. എന്തെന്നാൽ എൻ്റെ ശരീരം മക്കളെ ഇത് യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഇത് യഥാർത്ഥ ഭക്ഷണമാണ്, ഇത് യഥാർത്ഥ പാനീയവുമാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അബൈഡിങ് പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ നമ്മളെ, ആ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ തന്നെയാണ് എന്നിൽ വസിക്കുന്നതെന്ന് വിശ്വസിക്കുമ്പോൾ ആ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് പ്രോമിസാണ്, ഇത് വാഗ്ദാനമാണ്. വിശ്വസിക്കുന്നവർക്കുള്ളതാണ് വാഗ്ദാനം, വിശ്വസിക്കുന്നവർക്കുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാഗ്ദത്തങ്ങൾ. ഉദ്ധാനം, നിത്യജീവൻ, അതോടൊപ്പം ഈശോ വാഗ്ദാനം ചെയ്ത അവന്റെ അബൈഡിങ് പ്രസൻസ്. അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മൾ അവനിൽ വസിക്കുന്ന അനുഭവം ഉണ്ടല്ലോ. അത് വിശ്വസിക്കുന്നവർക്ക് ഈ വാഗ്ദത്തങ്ങൾ അനുഭവിക്കാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റും. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഇത് ശരിക്കും മക്കളെ, ഇത് യേശുവിന്റെ ശരീരവും ഇത് യേശുവിന്റെ രക്തമാണ്. അത് വിശ്വസിക്ക്. ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട വിഷയമല്ല, ഇത് ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റെടുക്കേണ്ടതാണ്. കാരണം പറഞ്ഞത് ഈശോയല്ലേ, പറഞ്ഞതിൽ ഇതെന്റെ യഥാർത്ഥമായ ശരീരമാണ്, ഇതെന്റെ യഥാർത്ഥ രക്തമാണെന്ന് ഈശോയല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനെ നമ്മൾ സംശയിക്കണം? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഭയങ്കരമായിട്ട് പരിശുദ്ധ കുർബാനയോടുള്ളൊരു സ്നേഹവും അതോടൊപ്പം ഒരു നമ്മൾ പറയില്ലേ, വിശുദ്ധ കുർബാനയിൽ ഈ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അതിശക്തമായിട്ട് ബോധ്യം കിട്ടിയൊരു അനുഭവം ഉണ്ടായി. കൗൺസിലിംഗ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബ്രദറിന് ഇച്ചിരി ഡെലിവറൻസ് ഗിഫ്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അനീഷത്തിന് ഒരു കൗൺസിലിംഗ് മുറിയുണ്ട്. അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു 10-15 സ്റ്റെപ്പെങ്കിലും കാണും. അവിടെയാണ് അന്ന് ബ്രദർ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി ഡെലിവറൻസിൻ്റെ മേഖലയിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ളതും ആ വന്ന പെങ്കൊച്ച് ഇച്ചിരി ഡെലിവറൻസ് ആവശ്യമുള്ള മേഖലയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെങ്കൊച്ച് ഓരോരോ മേഖല പരിശുദ്ധാത്മാവ് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പിശാച് അടച്ചു വെച്ചതും സാത്താൻ ഇന്ന് വരെ യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്കാൻ അനുവദിക്കാത്തതുമായി ബന്ധിച്ചിട്ടിരുന്ന ചില ജീവിതത്തിന്റെ മേഖലകൾ ഓരോന്നോരോന്നായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇപ്പം കുറിച്ച് വയലന്റ് ആകാൻ തുടങ്ങി. സർപ്പമാടുന്നത് പോലെ നിന്ന് ആടാൻ തുടങ്ങി. തലയെടുത്തിട്ട് നിലത്തിട്ട് അടിക്കുന്നു, മുടിയൊക്കെ പിടിച്ചിട്ട് അടിക്കുന്നു, ടൈലിട്ട് അടിക്കുന്നു. പുള്ളിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ ഞങ്ങളെ വിളിച്ചു, വൈദികരെ വിളിച്ച് ഞങ്ങൾ ഓടിച്ചെന്നു. ശുശ്രൂഷ ചെയ്തുകൊണ്ട് പിള്ളേരുണ്ടായിരുന്നു, പെൺപിള്ളേരുണ്ടായിരുന്നു. കാരണം ഈ പെങ്കൊച്ചായതുകൊണ്ട് പെൺപിള്ളേർ തന്നെ വേണം. അതൊക്കെ വലിച്ചിങ്ങനെ കീറി പറക്കി നോക്കിയാണ്. അവസാനം പെൺപിള്ളേരും കൂടെ നിർത്തി. നിൽക്കുന്ന പിള്ളേർക്ക് ഇത് പേടിക്കാനൊക്കെ തുടങ്ങി. പേടിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. പെങ്കൊച്ചിനെ കൺട്രോൾ ചെയ്യാൻ നോക്കി. അവസാനം ഞങ്ങൾ ഓരോ മേഖല ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, കർത്താവിൻ്റെ കുരിശിൽ നീ കീഴടങ്ങ്, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നീ കീഴടങ്ങ്, യേശുവിന്റെ മുമ്പിൽ നീ കീഴടങ്ങ് എന്ന് പറഞ്ഞ് ആ യേശുവിന്റെ നാമത്തിലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധ രക്തത്താലും ഞങ്ങൾ പൗരോഹിത്യത്തിന്റെ അധികാരത്തിന്റെ സഭയിലൂടെ നൽകപ്പെട്ട അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ബന്ധന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംഭവിച്ച ഒരു കാര്യം, ഇന്നും ആ ശുശ്രൂഷയുടെ ഭാഗമായിരുന്ന യുവജനങ്ങൾ ഇന്നും അത് പറയുമ്പോൾ ശരിക്കും ശരീരത്തെ കൂടെ ഇങ്ങനെ രോമം എഴുന്നേറ്റുന്നു. കാരണം എന്താണെന്നറിയോ? തൊട്ടപ്പുറത്ത് തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മുറിയുണ്ട്. ഈ ധ്യാനം കൂടാൻ വരുന്നവർക്ക് അറിയത്തില്ല അവിടെ അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മുറിയുണ്ട്. നീ പങ്കുവെച്ചൊന്നും അറിയത്തില്ല. കൗൺസിലിങ്ങിന് അങ്ങനെ അവിടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും അപ്പം നടക്കുന്നുമില്ല. ബന്ധിക്കാൻ തുടങ്ങി. പെങ്കൊച്ചിങ്ങനെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. പാമ്പാടുന്നത് പോലെ, സർപ്പമാടുന്നത് പോലെ ആടുക, പിശാച് ആടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ അവിടെ നിന്ന് ഇഴയാൻ തുടങ്ങിയപ്പോൾ അന്വേഷിച്ചതിനും ഞങ്ങളൊക്കെ ഉണ്ട്, അന്നാവെള്ളം തളിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ ഈ 10-13 സ്റ്റെപ്പുകൾ ഇങ്ങനെ പാമ്പഴയുന്നത് പോലെ എഴഞ്ഞ് അപ്പുറത്തേക്ക് മാറിയുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിലേക്ക് അവൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങിയിട്ട് അവൾ മുട്ടുകുത്തി കൈ പിടിച്ചിട്ട് അവൾ ഇങ്ങനെ നടന്ന് ആ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ സക്രാരിക്ക് മുമ്പിൽ നിന്നും മുട്ടുകുത്തി അലറാൻ തുടങ്ങി. ധ്യാനം കൂടുന്ന ഒരാൾക്കും അറിയത്തില്ല അതിനുള്ളിൽ ഈശോയുണ്ടെന്ന്, അവിടെ ദിവ്യകാരുണ്യ ഈശോയുണ്ടെന്ന്. അതിൽ യേശുവിന്റെ ശരീരവും രക്തവും അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിരന്തരമായി 24 മണിക്കൂറും എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന അതിനുള്ളിലുണ്ടെന്ന് വേറെ ആർക്കും അറിയത്തില്ല. ധ്യാനം കൂടുന്ന ആർക്കും അറിയത്തില്ല. അതിനെ പറയുന്നില്ലേ, യാക്കോബ് പറയുന്ന പോലെ പിശാചും വിശ്വസിക്കുന്നു യേശു ദൈവമാണെന്ന്. പിശാചും വിശ്വസിക്കുന്നു യേശു ദൈവമാണെന്ന്. അതുകൊണ്ടല്ലേ പിശാച് ചോദിച്ചത്, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു?
ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ, നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പിശാച് ചോദിച്ചില്ലേ? പിശാചിനറിയാം ദൈവ സാന്നിധ്യം. ഈ കൊച്ചവിടെ നിന്ന് അങ്ങനെ ആടാൻ തുടങ്ങി. ഇതിന്റെ മുമ്പിൽ നിന്ന്, ദിവികാണത്തിന്റെ മുമ്പിൽ നിന്ന്, പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ അപ്പം തന്നെ ദിവികാരുണ്യം തുറന്നു. ആ ദിവികാണത്തിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ അച്ഛന്മാരും കൂടെ ഇരുന്ന ശുശ്രൂഷകരെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആ മേഖലയിൽ വിടുതലിന് വേണ്ടി ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതാനും സമയമെടുത്തു. നോക്കിക്കേ, ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയത് മറ്റൊരു കോണിൽ, മറ്റൊരു മുറിയിൽ ഈ മകളെ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ കീഴടങ്ങാൻ കൽപ്പിച്ച് അധികാരത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് എഴഞ്ഞ് ഈ പെങ്കൊച്ചു വന്നിട്ട് അവൾ മുറി തള്ളി തുറന്നിട്ട് കേറി മുട്ടുകുത്തി കൈ ഉയർത്തി കരഞ്ഞ് നിലവിളിച്ച് ആക്രോശിച്ചത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അത് ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവൾക്കെങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. അവളിൽ പ്രവർത്തിക്കുന്ന തിന്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന്, വിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവാണെന്ന് സമൃദ്ധി പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, കർത്താവിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കണം. അവന്റെ വചനത്തിൽ വള്ളി പുള്ളി തെറ്റാതെ നമ്മൾ വിശ്വസിക്കണം. യേശു പറഞ്ഞ വാക്കുകൾ അത് നിത്യസത്യങ്ങളാണ്. അത് നിത്യസത്യങ്ങളാണ്. അത് നിത്യസത്യങ്ങളാണ്. അങ്ങനെ നമ്മൾ അവയെ കാണാം. നിത്യസത്യങ്ങളാണ് ഈശോ പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കാൻ എന്ന് ഈശോ പറഞ്ഞില്ലേ? മക്കളെ, ഒന്ന് വിശ്വസിക്കാവോ? അത് യേശുവിന്റെ ശരീരം തന്നെയാണ്. നീ ഇന്നോളം ഭക്ഷിച്ചത് അവന്റെ ശരീരമാണ്, നീ ഇന്നോളം പാനം ചെയ്തത് അവന്റെ രക്തമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഈശോയെയാണെന്ന് വിശ്വസിക്കുന്നിടത്ത് ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. സൗഖ്യങ്ങള്, വിടുതലുകള്, സാത്താന്റെ മേലുള്ള അധികാരങ്ങള്, ശാപത്തിന്റെ വിടുതലുകള് എല്ലാം സംഭവിക്കും. എന്ത്? വിശുദ്ധ കുർബാനയിൽ. കാരണം വിശുദ്ധ കുർബാന ഇന്നലെയും ഇന്നും എന്നും എനിക്കും നിനക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്ന നിത്യമായ യേശുവിൻ്റെ ബലിയാണ്. അതിന് ഒരിക്കലും അവസാനമില്ല. ഹല്ലേലൂയ. ആ വിശുദ്ധ കുർബാനയിൽ മക്കളെ ജീവിതത്തെ വയ്ക്ക്. വിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതത്തിന്റെ വേദനകളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ, തകർച്ചകളെ, ബാധ്യതകളെ, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളെ കൊടുക്ക്. മോനെ, ഇന്നിപ്പോ നിനക്ക് ഓൺലൈനായിട്ട് ഒരു വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റുള്ളായിരിക്കും. ഓക്കെ, ആത്മനാ നീ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നീ പറ, ഈശോയെ ആത്മനാ എന്നിലേക്ക് നീ ഇറങ്ങി വരാൻ പറ. എന്നിട്ട് നിന്റെ ചങ്കി കിടക്കുന്ന നിന്റെ വേദനയുണ്ടല്ലോ, നിന്റെ നെഞ്ചിലേറ്റ് നീ കൊണ്ടു നടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കുറെ നാളുകളായി കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഭാരമുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, അതെന്റെ കർത്താവേ നിന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് ഇതാ നിന്റെ മുമ്പിലായിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തണമെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കാവോ? നിശ്ചയമായും ദൈവം ഇടപെട്ടിരിക്കും. വിശ്വസിക്ക്. വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. വിശുദ്ധ കുർബാന ഒരു അത്ഭുതമായതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ ശരീരവും രക്തവും നീ സ്വീകരിക്കുന്നത് കൊണ്ട് അത് ഈശോ തന്നെ ആയതുകൊണ്ട് ഈശോ നിന്നിലേക്ക് വരുമ്പോൾ മോനെ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കോ? ഈശോ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ, നിന്നിലൂടെ നിന്റെ കുടുംബത്തിന്റെ ഭാഗമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കാതിരിക്കുമോ? വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതമുണ്ടല്ലോ, അത് അത്ഭുതങ്ങൾ കാണും. മക്കളെ ഇത് എവിടെ വേണമെങ്കിലും സാക്ഷ്യം പറയാൻ പറ്റും. നിങ്ങൾക്കും പറയാൻ പറ്റില്ല, അനേക സാക്ഷ്യങ്ങളില്ലേ? വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അത്ഭുതങ്ങൾ പറയണം. നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ചേർത്ത് നിർത്താൻ, നമ്മളെ നിത്യജീവന് വേണ്ടി ഒരുക്കാൻ വിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഈശോയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ആ രക്ഷിക്കാൻ സാധ്യമായ രക്ഷകനായ ഈശോ ദിവ്യകാരുണ്യമായി, വിശുദ്ധ കുർബാനയായി നമ്മളിലേക്ക് വരുമ്പോൾ മക്കളെ, എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ അതിനെന്തു വില കൊടുത്തും ഒരു വിശുദ്ധ കുർബാന നിനക്ക് സ്വീകരിക്കാൻ പറ്റോ? നീ പോണം. എന്തു വില കൊടുത്തും ഒരു വിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതത്തെ വെക്കാൻ പറ്റോ? ചെയ്യണം. നിന്റെ വേണ്ടപ്പെട്ടവർക്ക് പറ്റില്ലേ? നിന്റെ കുടുംബാംഗങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണോ?
അതിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കും. പോട്ടെ, നിനക്ക് പറ്റുമല്ലോ. നിന്റെ വിശ്വാസം ക്ഷയിക്കരുത്, നിന്റെ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം ക്ഷയിക്കരുത്. നിന്നിലേക്ക് കടന്നു വരുന്ന ഈശോ നിന്നിലൂടെ നിന്റെ കുടുംബത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ജീവിക്കുന്നവനായ കർത്താവാണ്.